ശൈലജ ടീച്ചർക്കെതിരെ വ്യാജ പ്രചാരണം നടത്തിയ മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസെടുത്തു. മുസ്ലിം ലീഗ് ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറിയും ന്യൂമാഹി പഞ്ചായത്ത് അംഗവുമായ അസ്ലമിനെതിരെയാണ് കേസെടുത്തത്. കൂടുതൽ വിവരങ്ങളും ഇപ്പോൾ റമീസ് ചേരുകയാണ്. റമീസ്, വിശദാംശങ്ങൾ. ആവണി, കഴിഞ്ഞ ദിവസങ്ങളിലായി ഇടതുപക്ഷവും LDFന്റെ വടകര മണ്ഡലം സ്ഥാനാർത്ഥി ശൈലജ ടീച്ചറും വ്യാപകമായി പരാതി ഉന്നയിക്കുന്നുണ്ടായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വളരെയധികം വ്യാജ സന്ദേശങ്ങൾ ശൈലജ ടീച്ചറിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്നുണ്ട് UDF സ്ഥാനാർത്ഥികളും നേതാക്കളും എന്ന്. ഇതിന്റെ ഭാഗമായുള്ള അന്വേഷണത്തിലാണ് മുസ്ലിം ലീഗ് ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറിയും ന്യൂമാഹി പഞ്ചായത്ത് അംഗവുമായ അസ്ലമിനെതിരെ കേസെടുത്തത്. ഇദ്ദേഹം മുസ്ലിം ജനവിഭാഗം ആകെ മൊത്തം വർഗീയവാദികളാണെന്ന് പറയുന്ന രീതിയിൽ ടീച്ചറുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചു എന്നതാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള കേസ്. നാട്ടിൽ ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് ഇദ്ദേഹത്തിന്റെ മേൽ ചാർത്തപ്പെട്ട കേസ്. മാങ്ങാട് സ്നേഹതീരം എന്ന വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇദ്ദേഹം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശൈലജ ടീച്ചർക്കെതിരെ വ്യാപകമായി ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളും ലെറ്റർ പാഡുകളും മറ്റും മോർഫ് ചെയ്ത് നിർമ്മിച്ചുകൊണ്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. വടകര മണ്ഡലത്തിലെ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളും സന്ദേശങ്ങളും UDF സ്ഥാനാർത്ഥികൾ പ്രചരിപ്പിക്കുന്നതെന്ന പരാതിയും ആരോപണവും ഉയരുന്നതിനിടെയാണ് മുസ്ലിം ലീഗിന്റെ നേതാവിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ആവണി, റമീസ്, ഇപ്പോൾ ഈ മുസ്ലിം ലീഗ് നേതാവ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ടോ? നിലവിൽ അറസ്റ്റിലായിട്ടില്ല. കഴിഞ്ഞ 12-ാം തീയതിയാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുള്ളത്. തുടർ നടപടികൾ പോലീസ് കൈക്കൊള്ളുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശരി, ശൈലജ ടീച്ചർക്കെതിരെ വ്യാജ പ്രചാരണം നടത്തിയ മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസെടുത്തു. മുസ്ലിം ലീഗ് ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറിയും ന്യൂമാഹി പഞ്ചായത്ത് അംഗവുമായ അസ്ലമിനെതിരെയാണ് കേസെടുത്തത്. വിശദാംശങ്ങളാണ് റമീസ് നൽകിയത്.